അസ്സലാമു അലൈക്കും. അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മക്കളെ. പിന്നെ ഞാൻ കുറെ ഇപ്പൊ വീഡിയോ കിട്ടിട്ടൊക്കെ അറിയാൻ എനിക്ക് സുഖമില്ല, അടുപ്പത്തൊന്നും നിൽക്കാൻ പറ്റൂല എന്ന്. അതിനെക്കൊണ്ട് ഞാൻ മോളെ വീട്ടിൽ നിന്നാണ് ഇപ്പൊ ഈ വീഡിയോ പിടിക്കുന്നത്. പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കണമൊക്കെ ഞാൻ പിടിപ്പിച്ചാണ് കുട്ടികളെ കൊണ്ട്. അപ്പൊ അതിനെക്കൊണ്ട് എല്ലാവരും ക്ഷമിക്കായിട്ടും ഞാൻ പോകണം. എന്തായാലും ഞാൻ വീഡിയോ ഇടും, എനിക്ക് സുഖം ഒന്ന് മാറി കിട്ടട്ടെ. അതുവരെയൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കിട്ടോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നേ. സുഖവും സമാധാനവും സന്തോഷവും അള്ളാഹുത്താൽ എല്ലാവർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും തരട്ടെ. പ്രാർത്ഥനയോടെ ഞാൻ ഓക്കെ. അസ്സലാമു അലൈക്കും. കിച്ചണിൽ ഇതുപോലെ നിന്നിട്ട് പണിയൊക്കെ എടുക്കാനുള്ള ഒരു ആരോഗ്യം എനിക്കിങ്ങോട്ട് കിട്ടണം. നടക്കുന്നതിനോ ഇരിക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. കുറേ നേരം നിന്നുകൊണ്ടുള്ള ഒരു പണിയെടുക്കാൻ കഴിയുന്നില്ല. അതും കൂടെ ഒന്ന് എനിക്ക് ശരിയായി കിട്ടിയാൽ അൽഹംദുലില്ലാ ഞാൻ റാഹത്തായി. അതുകൊണ്ട് മക്കളെ ഞങ്ങളെല്ലാവരും ദുആ എനിക്ക് ഇനിയും വേണം. കാരണം എന്നെ കണ്ടാൽ വിചാരിക്കും എനിക്കൊരു രോഗവും ഇല്ലയെന്ന്. എൻ്റെ നട്ടലിൻ്റെ അടുത്ത വേദന എനിക്കേ അറിയുള്ളൂ. അതിനെക്കൊണ്ട് ഞാൻ പറയുന്നതാണ് നിങ്ങളോട് തോർക്കാനേ. മറക്കാതെ എനിക്ക് വേണ്ടി തോർക്കും നിങ്ങൾ കേട്ടോ. കോഴി മുളക് കരട്ടി വെച്ചതാണ് പൊരിക്കാൻ വേണ്ടിയിട്ട്. നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോളെ വീട്ടിൽ നിന്നാണ് കേട്ടോ, എൻ്റെ വീട്ടിലത്തതല്ല. മോളെ വീടാണിത്. അവിടെ വീട്ടിൽ സഹായിക്കാൻ ഒരു പെണ്ണ് വരുന്നുണ്ട്. നല്ല സ്വഭാവമൊക്കെ തന്നെയാണ്. നമ്മളൊരു കുടുംബക്കാരമായിരിയാണ്. അല്ലാണ്ട് ഒരു സഹായത്തിന് വരുന്ന ആളാണെന്ന് നമ്മൾ കാണലില്ല. അത്രയും സ്നേഹത്തിനും സന്തോഷത്തിലുമാണ്. അങ്ങനെ കൂട്ടാനൊക്കെ ആയി. ഇത് മറ്റേ വെണ്ടക്ക മുളകിട്ടത് പിന്നെ അടുപ്പത്ത് വെച്ചതാണ്. പിന്നെ അതൊക്കെ കോഴി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് എണ്ണ ചൂടാക്കിയിട്ട് കയപ്പാറ മുളകിട്ടതാണ്. കോഴിക്കറി അപ്പ മുളകിട്ടതൊക്കെ ഉണ്ട്. ഇത് കോഴി പൊരിക്കാണ് കേട്ടോ. അങ്ങനെ ഒക്കെയാണ് വിശേഷങ്ങൾ. ഇൻഷാല്ലാ ഞാൻ വീട്ടിൽ പോയി മാറട്ടെ, നല്ലോണം മാറിയിട്ട് ഞാൻ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഇതൊക്കെ ഇഷ്ടമുണ്ട്. പിന്നെ നമ്മൾ രണ്ടാളിലുള്ളൂ. പിന്നെ അത്രയൊന്നും കിച്ചണിൽ പോയി പണിയെടുക്കാനോ കഴിക്കാനോ ഒന്നും ഉണ്ടാവില്ല. ഉള്ളത് ഞാനിടും എന്തായാലും ഇൻഷാല്ലാ. ഇന്നിപ്പോൾ ഞാനിത് ഇങ്ങനെ ഇട്ടതാണ്. വേറെന്താ വർത്താനം? സുഖമല്ല എല്ലാവർക്കും? സുഖമാണെന്ന് വിചാരിച്ചത്. നോക്ക് പിന്നെ അങ്ങനെ ഒരാൾ സഹായിക്കാൻ വരുന്നതിനെ കൊണ്ട് ഒക്കെ സുഖമാണ്. അൽഹംദുലില്ലാ സുഖവും സമാധാനം എപ്പോഴും അല്ലാതെ നിലനിർത്തി കൊടുക്കട്ടെ. പണിയെടുക്കാൻ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ആയുസ്സും ആരോഗ്യ ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. അവർക്ക് പണ്ട് ജോലി എടുക്കാനുള്ള ആരോഗ്യമാണല്ലോ, അതൊന്നും കൊടുക്കട്ടെ എന്നൊക്കെ പറയാനുള്ളൂ. വേറെന്താ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അൽഹംദുലില്ലാ. അപ്പം ഞാൻ ലൈവിൽ വരുന്നതിനെ കൊണ്ട് എനിക്ക് കുറേ ലൈക്കും സബ്സ്ക്രൈബറൊക്കെ കിട്ടുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും ഇനിയും വരണ്ടോ ലൈവിൽ. സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തരണ്ടോ. ചെയ്യാത്തവരൊക്കെ. ചെയ്തവരോട് പിന്നെ ഇനി ലൈക്കല്ലേ കിട്ടുള്ളൂ. ഇന്ന് എനിക്ക് ആവശ്യമാണ്. അൽഹംദുലില്ലാ എല്ലാവരും നിങ്ങളൊക്കെ ഹയറാക്കട്ടെ. എല്ലാവരും മറക്കരുത്, മറക്കാതെ വരിക കേട്ടോ. വേറെന്താണ് എല്ലാവരും പറയും എനിക്കൊരു ടോന്ന് കൂടുതലാണ്. അത് ശരിയാണ്. എന്ത് പറയുമ്പോൾ ടോന്ന് അറിഞ്ഞു. വേറെന്താണ്? അതൊക്കെ ചോറും നേരമൊക്കെ ആയില്ലേ? അല്ല ഭക്ഷണം ചാവടിക്കാനുള്ള സമയമല്ലോ ഇപ്പോൾ അല്ലേ? ഞാനിത് പിന്നെ പിടിച്ചിട്ട് എഡിറ്റ് ചെയ്താണ് ഇപ്പോൾ. ഞാൻ അതുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത്. പിന്നെ എന്തായാലും നമ്മൾ വൈകുന്നേരമല്ലേ അത് ഇടുകയുള്ളൂ. ഈ വീഡിയോ കണ്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.